അമ്മയുടെ ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടേ മതിയാകൂ. അൻസിബ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. നമുക്ക് അൻസിബയെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് അൻസിബ, വെൽക്കം. ഗുഡ് മോർണിംഗ്. അൻസിബ, ദൃശ്യം 3യുടെയൊക്കെ സന്തോഷത്തിൽ നിൽക്കേണ്ട ഒരു സമയമാണ് അല്ലേ? തിയേറ്ററിലാണെങ്കിൽ വലിയ റെസ്പോൺസാണ്, പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ട് ഇങ്ങനെ ഫ്ലഡ് ചെയ്യാണ്. ഒരു കലാകാരി എന്ന നിലയിൽ അൻസിബ ഏറെ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണിത് അല്ലേ? ഞാൻ ആദ്യം സിനിമയെ കുറിച്ച് ചോദിക്കാം. സിനിമയെ കുറിച്ച് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? അതെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഡബ് ചെയ്യുമ്പോൾ കണ്ട കുഞ്ഞു പോർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യും. സ്പോയിലർ കേട്ടോ, സ്പോയിലർ കേട്ടോ. അൻസിബ അറിയാതെ പറഞ്ഞു പോയാൽ തീർന്നു. പക്ഷെ അൻസിബ പറയത്തില്ല, എത്ര ട്രെയിൻ ചെയ്താലും അൻസിബ പറയത്തില്ല. രഹസ്യമുള്ളിൽ സൂക്ഷിക്കാനും അൻസിബയ്ക്ക് അറിയാം, പ്രൊഫഷണലി അല്ലേ? പക്ഷെ അല്ലാത്ത രഹസ്യങ്ങൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടെല്ലാം ആകെ ഒരു വഴിക്കായി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഗൗരവത്തിലേക്ക് വരാം. ഈ നീനാക്കുറിപ്പിന്റെ പരാതി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുരുതരമായ പരാതിയാണ് നീനാക്കുറിപ്പിൻ്റെത്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ ടിനി ടോം എക്സിക്യൂട്ടീവ് അംഗമാണ്. അൻസിബ ഈ ചുമതലപ്പെട്ട ഈ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി സ്ഥാനത്താണ് ഇരുന്നത്. രാജിവെക്കുന്നത് ഫെബ്രുവരി 21-നാണ്. ഇന്നലെ നമ്മളുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഇതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. അതെ, ഗൂഢാലോചന നടത്താൻ പറ്റിയ ഒരാളാണെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞ അത് ഗൂഢാലോചന. എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞാൻ പറയേണ്ട വാക്കാണത്. ഗൂഢാലോചന എനിക്കെതിരെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുടുംബസംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാർമ്മികത കാരണം ഞാൻ പറഞ്ഞു അത് നടക്കൂല. 32 വർഷമായിട്ട് അമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു മതം കയറ്റിയാൽ അടുത്ത മതചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, മറ്റൊരു ചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, പാർട്ടി കയറേണ്ടി വരും. ഇത്തരത്തിൽ മതം കയറിക്കഴിഞ്ഞാൽ ഇത് കലാകാരന്മാരുടെ സംഘടനയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും എതിരഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാനത് അവിടുന്നാണോ ഇത് തുടങ്ങുന്നത്? അതിന്റെ മുന്നേ ഞാൻ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ ആർക്കായിരുന്നു ഇത്ര വലിയ പ്രശ്നം? അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആർക്കായിരുന്നു ഇത്ര കണ്ണുകടി? ഇലക്ഷൻ സ്റ്റണ്ട് എല്ലാവരും കണ്ടതാണല്ലോ. ആ സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ബ്രോഡ്കാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാനൊരു പരാതിപ്പെട്ടു. ഞാൻ മുൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജേട്ടന്റെ സിൽബന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. അമ്മയുടെ ബൈലോ പ്രകാരം ഒരംഗം മറ്റൊരംഗത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ അമ്മ ഓഫീസിൽ വെച്ച് നടത്തിയ ആദ്യത്തെ EC മീറ്റിങ്ങിൽ ഞാൻ ആ പരാതി ഉന്നയിച്ചു. ആ പരാതി ഉന്നയിച്ച സമയത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനൂപ് ചന്ദ്രനെ പുറത്താക്കാൻ പറ്റില്ല ഈ കാരണം കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബൈലോയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ത്രീകളും അതേ സമയത്ത് അമ്മയ്ക്കെതിരെ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകളെയും പുറത്താക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേത ചേച്ചി തന്നെയാണ് പറഞ്ഞത്. ശ്വേത ചേച്ചിയും കുറച്ച് വേറെ മെമ്പേഴ്സും പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ആദ്യം അനൂപ് ചന്ദ്രനെതിരെ കൊടുത്ത പരാതി പോലും പരിഗണിക്കപ്പെട്ടില്ല. അതിനെ അന്ന് ശ്വേത തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ശ്വേത പറയുന്ന ഒരു കാര്യം, ശ്വേതയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഫെബ്രുവരി 21 മറ്റോ അല്ലേ രാജിവെക്കുന്നത്. രാജിവെക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാലാണെന്നും തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഇന്നലെ 2 മണിക്ക് മാത്രമാണ് ശ്വേതമേനോൻ ഈ കാര്യം അറിയുന്നത്. അത്രേ ഒരാൾക്ക് അപ്പൊ ഒരു ട്രോമയിൽ നിൽക്കുന്ന ഒരാൾക്ക് അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോ ചില കമന്റ് സെക്ഷനിൽ കാണുന്ന പോലെയാണ്. ഏതെങ്കിലും സ്ത്രീ പരാതിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് ചില കമന്റ് സെക്ഷനിൽ പറയും അതെന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല. ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ധൈര്യം വേണം, ആളുകൾ വന്ന് ധൈര്യം തരണം. നീ പറഞ്ഞോ, പ്രശ്നമില്ല, സപ്പോർട്ട് വേണം. അപ്പോഴേ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. ചിലർക്ക് പറയാൻ പറ്റുമായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിഹിത കഥകള്, അവിഹിത കഥകളുടെ പല പല വേർഷൻസ് ഉണ്ട്. അത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത്? അത് ഒരു ഗ്യാങ്ങിൽ നിന്നാണ് വരുന്നത്. പുരുഷന്മാര് മാത്രമേ ഉള്ളൂ? പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഓ, അപ്പൊ അങ്ങനെ ഇതൊക്കെ ഈ ശ്വേതാമേനോന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ വൃത്തികളൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യം? അത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് നമ്മൾ പിന്നെ പരാതി പറയാൻ പോവോ? ഇങ്ങനെ ഒരുപാട് മാനസിക പീഡനങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മയിൽ പരാതി ഇട്ട ആൾ ഞാനായിരിക്കും. അമ്മയുടെ മെയിലിൽ ഞാനിട്ട പരാതികളെല്ലാം ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ അയച്ച പരാതികളെല്ലാം എന്റെ മെയിലുണ്ട്. അത് എനിക്ക് വ്യക്തമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശ്വേത കണ്ടിട്ടുമുണ്ട്.
കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ വരുന്ന മെയിലുകളെല്ലാം എല്ലാവരും അടുത്ത് നോക്കുന്നുണ്ട്. ഇനി ഈ പരാതി കൊടുക്കുന്ന സമയത്തെ അല്ലെങ്കിൽ രാജിവെക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടില്ല, രേഖാമൂലം പറഞ്ഞിട്ടില്ല, അതല്ലാതെ ശ്വേതാമേനോന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ടോ? അതല്ലാതെ ഇതിന്റെ മുന്നേ മറ്റൊരു വനിതാ അതായത് ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതുവരെ അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മതസ്ഥാപനത്തിൽ 9 വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠയ്ക്ക് പോയ ആളാണ് ഞാൻ, ഗസ്റ്റായിട്ട് പോയ ആളാണ് ഞാനും. റസൂൽ പൂക്കുട്ടി സാറും പോയതാണ്. അങ്ങനെയുള്ള എന്നെയാണ് അന്ന് മുതൽ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണോ ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത്? അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെയാണല്ലോ ഇവിടെ ഇരിക്കണത് ഈ എന്നുള്ള ഒരു നമുക്ക് അറപ്പൊന്നുമില്ലേ, അതെനിക്ക് തോന്നി സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി, യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലര് യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലര് മെജോറിറ്റി പക്ഷെ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഭയന്ന് കാണും, ഇനിയും ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഫ്യൂച്ചറിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക് ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പൊ അവരോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ചെയ്യായിരുന്നു നല്ലതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളോട് അത് ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ, ഞങ്ങൾക്ക് കൂടുതൽ. അതായത് ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചതാണ്. എനിക്കറിയില്ല, കാരണം ആ സംഘടന പോലും ആ മതസ്ഥാപനം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്ക് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വേണം. അതൊരു ക്ഷേത്രമാണ്, ഒരു വാർത്തകളിലൊക്കെ ക്ഷേത്രം കൂടിയാണ്. അതെ, അവിടെ എല്ലാ മതസ്ഥരും പോകുന്ന ഒരു ക്ഷേത്രമാണത്. അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. അവരോട് ഞാൻ ഡൊണേഷൻ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഡൊണേഷൻ കൊടുക്കാൻ റെഡിയാണ്. അതിലൊരു ദുരൂഹതയുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കറിയില്ല, എന്തോ ദുരൂഹത ഉണ്ടായിരിക്കാം. അതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിന് ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പീഡനമൊന്നുമല്ല. ഞാൻ ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിൻ്റെ 1 മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര 1 മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോടത്ത് സംസാരിക്കാറുമില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനവും കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ 3-4 ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം. 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? this is nothing to do with one thing. ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ സ്പോൺസർ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ. ആ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയല്ലോ. 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയല്ലോ. ഒരു
സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ്, ഓ ദിസ് ഈസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്. ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്. 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി, താങ്ക് യു. അപ്പം ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനെയാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയണത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയൂ? ഓക്കെ. അതിനുശേഷം പിന്നീട് ആ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു. ഈ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ രേഷ്മ, അവിടെ എസ് ഐയുടെ മുറിയിൽ ഞാൻ കയറി. ഞാൻ ചെന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതിക്കാരി എത്തിയത്. പരാതിക്കാരിയുടെ ഒരു കുഞ്ഞുമായിട്ടാണ് വന്നത്. ഈ കുഞ്ഞ് എസ് ഐ ഇരിക്കുന്ന ടേബിളിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെസ്ക് പോലെ ഒരു സാധനമുണ്ട്, അതിന്റെ അവിടെയൊക്കെ കയറി ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു കുഞ്ഞ് വന്നിട്ട് അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ കംഫർട്ടാണ്. ഒറ്റയടിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്നോട് പറയണത്, അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഈ സ്ത്രീക്കാണ് അയച്ചത്, ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജാ. അതും ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ളൊരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരു വാക്ക് മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എസ് ഐ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടോ? അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ്. FIR ഇടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീനാക്കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ഐയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയണത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചാറ്റിന്റെ പേരിൽ അൻസിബയ്ക്കെതിരെ ഇല്ല, കേസെടുക്കാൻ തെളിവ് വേണ്ടേ? എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം മാപ്പ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയച്ച മെസ്സേജ് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു മാപ്പ് എഴുതാൻ പറ്റൂല, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ. പക്ഷെ 3 മണിക്കൂറോളം ഹരാസ് ചെയ്തപ്പോൾ എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതാൻ. അപ്പോൾ അവസാനം അതിൽ എഴുതി ചേർത്തത്, ഞാൻ അങ്ങനെ ഇൻറ്റൻഷനിൽ അയച്ച മെസ്സേജ് അല്ല, ഇനി മറ്റുള്ളവർക്ക് അതിന് മറ്റൊരർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി ഒപ്പിടിപ്പിച്ചു. എന്നിട്ട് അത് ഈ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയായി, ഞാൻ എഴുതി ഒപ്പിട്ടതിൻ്റെ ഇടയിൽ ഇനിയും ഗ്യാപ്പ് ഉണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണോ അതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് അൻസിബയ്ക്ക് തരൂല, പരാതിക്കാരിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ വിഷമിച്ച് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി, ആ പുള്ളിക്കാരിയെ കൊണ്ട് മാത്രം ഫോട്ടോ എടുപ്പിച്ചു, എനിക്ക് തന്നില്ല, എനിക്ക് പേടിയുണ്ട് അവരെന്തേലും അതിൽ എഴുതി ചേർക്കുമോ എന്നുള്ളത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഈ എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇനി താങ്കളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നും കൂടി എഴുതി ചേർക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ഈ ഭർത്താവിനെ വിളിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ആ സ്ത്രീയുടെ ഭർത്താവ് ഒരാവശ്യമില്ലാതെ ആ സ്ത്രീയുടെ കുറ്റങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറെ മുന്നേ. തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്റെ മൊബൈലിൽ ഇപ്പോഴും. ശരി, അപ്പൊ നമ്മൾ ഈ കാര്യത്തിലേക്ക് വന്നാൽ ഇതും അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കിട്ടിയ പ്രതികരണം പഴയ ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. അമ്മയുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടിയില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട്, മാഡം എനിക്ക് മാത്രമല്ല ഈ കുട്ടിക്കെതിരെ പരാതിയുള്ളത്, ശ്വേത മാഡത്തിന് പരാതിയുണ്ട്, ടിനി ടോമിന് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ പേരും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ടിനി ടോം പൊട്ടിത്തെറിക്കുന്നത് എവിടെ വെച്ചാ? ടിനി ടോം എന്നോട് ആദ്യം ദേഷ്യം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ IFFKയിൽ അമ്മ ഡിന്നർ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിന്നർ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് എന്തോ പൈസയൊക്കെ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ EC മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ അത് പാസ്സാക്കി. അങ്ങനെ IFFKയിൽ ഡിന്നർ പാർട്ടി നടക്കുന്നു. അപ്പോൾ അതിന് ഞാൻ IFFKയിൽ കഴിഞ്ഞ IFFKയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഈ നമ്മുടെ EC ഗ്രൂപ്പിൽ ടിനി ടോം ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ ഭയങ്കര പ്രശ്നം, സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. സെക്രട്ടറി പാർട്ടി നടത്തിയത് നന്നായില്ല, മോശമായിപ്പോയി, ഇത്ര പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ എപ്പോഴും സ്പോൺസേഴ്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക്
ഒരു കാറ്ററിംഗ് അവർ വിചാരിച്ചൊരു കാറ്ററിംഗ് ടീമുണ്ട്. ആ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. സെക്രട്ടറി വേറെ കാറ്ററിംഗ് ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതായിരുന്നു ഇവരുടെ പ്രശ്നം. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ കുറേ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്യണ, അതായത് ജനറൽ സെക്രട്ടറിയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് നാണല്ലേ ഒരു സ്ത്രീനെ എങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ ഹരാസ് ചെയ്യാനും. ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് 10-17 പേരുള്ള ഒരു ഗ്രൂപ്പ്, അതിൽ നാണാവണില്ല ഇങ്ങനെ വന്നിട്ട് ഹരാസ് ചെയ്യാനും. ഭയങ്കര മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെയല്ലേ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പാസ്സാക്കിയത് IFFK ഡിന്നർ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം ബ്ലെയിം ചെയ്യണത് എന്തിനാ? അത് ഭയങ്കര മോശമല്ലേ എന്ന് വെച്ചു. ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. അത് മുതൽ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യ. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ഒരു അടുത്ത EC മീറ്റിംഗിൽ ഇതേ വിഷയം വീണ്ടും ഉന്നയിച്ചു. വീണ്ടും ഇതേ ഹരാസ്മെന്റ്. ഇദ്ദേഹത്തിന്റെ ഭാഷ ശരിയല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ച സമയത്ത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മോശം അശ്ലീല പദങ്ങൾ അശ്ലീല പദങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, അൻസിബ ആയിരുന്നല്ലോ സപ്പോർട്ട് ചെയ്തത് ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചപ്പോൾ IFFK ഡിന്നർ കൊടുത്തതിന്. അപ്പോൾ അൻസിബ ഞങ്ങളെ പറ്റിച്ചിട്ടാണ് സെക്രട്ടറി ഇത് നേടിയെടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ മനുഷ്യ, ഇത്രയും പ്രായമുള്ള നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ മോശമല്ലേ? അത് വിവരക്കേടാണ് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അവിടുന്നാണ് പിന്നെ ട്രിഗർ ആവുന്നത് അല്ലേ? എങ്ങനെയാണ് ഇപ്പൊ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ പറയും. അതുപോലെ ഞാൻ നോമ്പിൻ്റെ സമയത്ത്, ഈ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഞാൻ ഓൾറെഡി സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉച്ചവരെ ഇരിക്കുകയുള്ളൂ EC മീറ്റിങ്ങിന്, എനിക്ക് വയ്യാണ്ടാവും, നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ ഉച്ചയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ EC മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ചിലപ്പോൾ പറയണത് 3 മണിക്കൊക്കെയാണ്, 3-3:30, 4 മണിക്കൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ആ EC മീറ്റിങ്ങിന് പോയ സമയത്ത് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ലഞ്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും 1/4 മണിക്കൂർ വീണ്ടും പ്രസിഡന്റും എല്ലാവരും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടായിരിക്കും ജോയ് മാത്യു സാർ ആദ്യം എഴുന്നേറ്റ് പോയി. പിന്നെ വേറെ ഏതോ 1-2 അംഗങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പം ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോകുന്നുള്ളത്. അപ്പം ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അവിടെ. അപ്പം തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞു, കണ്ടോ അവൾ കാണിച്ചത് കണ്ടോ, അവളുടെ DNA ആണ് അവൾ കാണിച്ചതെന്ന്. അപ്പോൾ തന്നെ നീന ചേച്ചി ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് എന്നെ വിളിച്ചു. ഞാനപ്പോൾ തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്നത് ഈ ശബ്ദമാണ്. അപ്പോൾ ടിനിച്ചേട്ടൻ DNA കാര്യം പറയുന്നു. അപ്പോൾ നീന ചേച്ചി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയാൻ പറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് തിരിച്ച് കിട്ടും എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ പുള്ളി ഇറങ്ങി അവിടുന്ന് ഓടി. പിന്നെ അതിനുശേഷം ഈ ടിനി നീനാക്കുറുപ്പിനെ ഇങ്ങനെ വിളിക്കുന്നത് എപ്പോഴെങ്കിലും കേട്ടിരുന്നോ? പറഞ്ഞിരുന്നു? നീനാക്കുറുപ്പാണോ പറഞ്ഞത്? അത് കുറെ മെമ്പേഴ്സ് തന്നെ പറഞ്ഞു. അത് അമ്മ കുടുംബസംഗമത്തിന്റെ തലേ ദിവസം 12 മണിക്കെങ്ങാണ്ടാണ്. അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ജിഹാദിന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് ഈ സംഭവത്തിലാണോ? നീനാക്കുറുപ്പിന്റെ അടുത്താണോ പറഞ്ഞത്? അത് നീന ചേച്ചിയുടെ അടുത്ത് മാത്രമല്ല, മറ്റു ചില അംഗങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ മുന്നേ തന്നെ പറഞ്ഞതാണ്. അതായത് ഈ ടൈറ്റിൽ സ്പോൺസർഷിപ്പിന്റെ തെളിവുകളുണ്ടോ അൻസിബയ്ക്ക്? അങ്ങനെ അവർ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞതേ ഉള്ളൂ? നീന ചേച്ചി കേട്ടതാണ്. പിന്നെ ബാക്കി മെമ്പേഴ്സ് കേട്ടിട്ടുണ്ട്. കേട്ട ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയും. ഇവർക്കൊക്കെ എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അൻസിബയ്ക്ക്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയില് ഞാൻ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ സ്റ്റണ്ട് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, പാർലമെന്റ് ഇലക്ഷന് പോലും ഞാൻ ഇത്രയും സ്റ്റണ്ട് കണ്ടിട്ടില്ല. അമ്മയിൽ ഇത്ര ഇലക്ഷൻ സ്റ്റണ്ട് എന്താണെന്ന് ഞാൻ അന്തം വിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പം ഈ ഒരു ഭാരവാഹിത്വത്തിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കണത്. ഞാൻ ആദ്യം വർക്കിംഗ് കമ്മിറ്റിയിലും പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പോൾ നമ്മൾ ബംഗാളിപ്പടി എന്ന് പറയും, ഫുൾ പണിയെടുക്കുന്ന ഇതിലായിരുന്നു. പറയുന്നു ഓക്കെ, ആ പണി ചെയ്യുന്നു, ഗ്രൗണ്ട് വർക്കായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയൂല. പക്ഷെ ഇപ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി ആയപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം, അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ, ഞാൻ ഇതേ ചാനലിൽ ഇരുന്നിട്ട് അമ്മ അസോസിയേഷന് വേണ്ടി വാദിച്ച ഒരാളാണ്. AMM എന്ന് പറഞ്ഞപ്പോൾ AMM എന്ന് പറയരുത് അമ്മ എന്ന് പറയണമെന്ന്. ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും എനിക്ക് അമ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 504 മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ്. അതിൽ 400ഓളം പേരാണ് ആക്റ്റീവ്. അതിൽ തന്നെ 90% ആൾക്കാർക്ക് ജോലി ഇല്ലാത്തവരാണ്. അവരെ സഹായിക്കുക, വെൽഫെയർ അത്ര. അപ്പോൾ അതായത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ ചില ആളുകൾ അതാണ് സ്വാർത്ഥ താല്പര്യമുണ്ട്. അപ്പോൾ വെൽഫെയർ, അപ്പോൾ ഈ കുറേ പേർക്ക്, ഒരു 100-200ഓളം പേർക്ക് കൈനീട്ടം പോകുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ കമ്മിറ്റി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സഞ്ജീവനി എന്ന് പറഞ്ഞ മെഡിസിൻ്റെ തുടങ്ങി വെച്ചതും
അത് 58 പേരോളം ആക്കിയത് ഞാനായിരുന്നു. അപ്പോൾ മെഡിസിൻ കൃത്യമായിട്ട് എല്ലാ മാസവും ഞാൻ എല്ലാവർക്കും അയക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കമ്മിറ്റി വന്നപ്പോൾ ഉടനെ എന്നെ മാറ്റി, ഇനി അൻസിബ അത് ചെയ്യേണ്ട. അപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സഞ്ജീവനി ചെയ്തതുകൊണ്ടാണ് എതിരില്ലാതെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കുകയാണെങ്കിൽ വരണ്ടെന്ന് വിചാരിച്ച് ചെയ്ത കാര്യമാണ്. പിന്നെ വാ മൂടിക്കെട്ടി സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് അമ്മയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയും സംസാരിക്കുക, അല്ലെങ്കിൽ ജോയ് മാത്യു സാർ സംസാരിക്കുക, വേറെ ആരും മിണ്ടാൻ പാടില്ല. ഈ കമ്മിറ്റി വന്നതിന് ശേഷം അമ്മയെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഏതെങ്കിലും വാർത്താ ചാനലിൽ സംസാരിക്കുന്നത് സാർ കണ്ടിട്ടുണ്ടോ? കാരണം വാ മൂടി കെട്ടിയതാണ്. അതുപോലെ മെമ്പേഴ്സിന് ഞാൻ ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു. ഇനി മുതൽ അൻസിബ ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളൊന്നും അയക്കാൻ പാടില്ല, ഇവിടുന്ന് ഞങ്ങൾ ഒഫീഷ്യലി അയക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ മെമ്പേഴ്സിനോട് മിണ്ടാൻ പാടില്ല എന്നാക്കി. അപ്രഖ്യാപിത വിലക്കായിരുന്നു എനിക്ക് അവിടെ, ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ജോയിന്റ് സെക്രട്ടറിക്ക് അമ്മയിൽ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ കമ്മിറ്റി മുതൽ. ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അവിടെ ചെന്നത് മുതൽ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറിക്ക് ക്യാബിൻ ഇല്ല. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് വരണ്ട എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഭാരവാഹിത്വത്തിൽ ഇരുന്നപ്പോ അമ്മയിൽ നല്ല ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ഫണ്ട് വരുന്നത് നമുക്ക് ഡൊണേഷൻ ആയിട്ടേ ബൈലോ പ്രകാരം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഈ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഈ പൈസ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർ അനാഥരായി പോരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത്, അതായത് ഞങ്ങളിലൂടെ മാത്രമേ അമ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് ആദ്യം ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഭാരവാഹികളെ ആയിരിക്കും. അപ്പോൾ ഭാരവാഹികളെ ബന്ധപ്പെടുമ്പോൾ ഈ ഭാരവാഹികൾ ത്രൂവേ ഇതിലേക്ക് അമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ, അമ്മയിലൊരു ഇടം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്പോൺസേഴ്സ് ചെയ്തു കൊടുക്കും. അവർക്ക് വർക്കിൻ്റെ രീതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലാഭം അവിടെ ഉണ്ട്. അപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളത് 101% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പൊ അമ്മ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ നേരെ വിപരീതമായിട്ടാണല്ലോ ഇവര്. ഒരു മാഫിയ സംഘമാണോ ഇവര്? എനിക്കറിയില്ല. പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടീനിച്ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാ. ശ്വേത തന്നെയാണ്. ഇവര് അറിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ. ടീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വേത അറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അറിയാം. അറിയില്ല എന്ന് ഇപ്പോൾ ചേച്ചി പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എനിക്കെതിരെ പല കേസുകൾ വരാനും സാധ്യതയുണ്ട്, ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, കേസ് വരേണ്ട കാര്യമൊന്നുമില്ല, കാര്യം ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി അൻസിബ ഈ കാര്യങ്ങൾ ശ്വേതയോട് പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എപ്പോഴും? ഞാൻ ഒരു തവണ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട്, എന്നെ മതതീവ്രവാദിയാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ എനിക്കെതിരെ വനിതാ ഭാരവാഹി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പിന്നെ ഞാൻ എന്ത് പറയാനാ. ഈ എപ്പോഴെങ്കിലും അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? അതായത് ഇതൊക്കെ പറഞ്ഞു മതതീവ്രവാദി എന്ന് പറഞ്ഞ അപമാനിക്കപ്പെട്ടു, എന്നാൽ പെൺകുട്ടി എന്ന നിലയിൽ വളരെ മോശമായിട്ട് എത്രയോ വട്ടം അതിന് പിന്നിലൊക്കെ ടീനിയും ടീമുമാണോ? ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ അനൂപ് ചന്ദ്രൻ ചേട്ടൻ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം പോലും എന്താണെന്ന് ഇപ്പം എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ എന്നെ അവിടെയുള്ള ബാക്കി മെമ്പേഴ്സിന്, അതായത് ജോലി ഇല്ലാത്ത എല്ലാ മെമ്പേഴ്സിനും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംവദിക്കുന്നത്. അപ്പോൾ അവർ മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരും ഒക്കെയാണ്, അവർ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ അമ്മയിൽ നിന്ന് ഇപ്പം നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ഇനിയിപ്പം അൻസിബയുടെ മുമ്പിലുള്ളത്? എൻ്റെ മുമ്പിൽ എനിക്കിതെല്ലാം തുറന്ന് പറയാന്നുള്ളത് എന്നെ കൊണ്ട് ഇപ്പം പറ്റുള്ളൂ. കാരണം ഞാൻ എന്തുകൊണ്ട് അൻസിബയ്ക്ക് പിന്തുണയായിട്ട് ആരാ ഉള്ളത്? കുറെ മെമ്പേഴ്സ് ഒക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ അവരെ പേരൊന്നും പറഞ്ഞില്ല. ഇനി എനിക്ക് പിന്തുണ തന്നു എന്ന് പറഞ്ഞിട്ട് അവരിട്ട് കുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിപ്പോ താല്പര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഇത്രയും റിവഞ്ച് മനസ്സിൽ വെക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കണമെന്ന് എനിക്ക് അറിയില്ല. നീനയുടെ പരാതിയിൽ പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അൻസിബയെ അപമാനിക്കത്തക്ക രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റും അത്രമാത്രം അപമാനിക്കുക. അതുപോലെ എനിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന ലൊക്കേഷനുകളിൽ എന്നെ പറ്റി അന്വേഷിക്കുക, എനിക്ക് പ്രണയമുണ്ടോ എന്ന് അന്വേഷിക്കുക, പ്രണയം ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ ഇവരൊക്കെ തന്നെ അവിടെ ഇവിടെ ഇരുന്ന് പറയാ. എന്നിട്ട് ഇത് ഞാൻ അറിയും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ കയറി ചെല്ലാൻ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? എനിക്കിത് ആരോടും പറയാനും വയ്യ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ, അപ്പൊ ഇന്നലെയൊക്കെ പ്രിയങ്ക ചേച്ചിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഇന്റർവ്യൂ എല്ലാം ഇങ്ങനെ ബൈറ്റ് കൊടുക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തല മുതിർന്ന ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു തീർക്കണം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് മമ്മൂക്ക ലാലേട്ടനൊക്കെയാണ്. മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് അവരൊരു
വേറെ ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സിനിമകളുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അമ്മയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവര്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യല്ലേ വേണ്ടത്, അല്ലാതെ മുതിർന്ന താരങ്ങളോട് തന്നെ പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണോ വേണ്ടത്? അതിനിവിടെ കോടതിയും പോലീസും നിയമങ്ങളും ഒക്കെ ഇല്ലേ? ഓക്കെ, ഈ സംഘടനയിൽ നിന്ന് സിനിമയിലെ വനിതാ താരങ്ങൾ അടക്കമുള്ളവർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടൂല. ഞാൻ പറയട്ടെ, ഈ തവണ ഞങ്ങൾ ജയിച്ചു വന്ന സമയത്ത്, അതായത് ഈ കമ്മിറ്റി ജയിച്ചു വന്ന സമയത്ത് ഒരു ഹോട്ടലിലെ കൺവെൻഷൻ സെന്ററിൽ അതിനകത്തായിരുന്നല്ലോ നമ്മുടെ മീറ്റിങ്ങും എലക്ഷനും ഒക്കെ നടന്നത്. എലക്ഷൻ നടന്ന് പുറത്തിറങ്ങിയ ഉടനെ പ്രസിഡന്റ് ആദ്യം എല്ലാ ചാനലിലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ എല്ലാരെയും തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നു. പിന്നീട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരും ചോദിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല, ഒരു റിപ്പോർട്ടർ പോലും ചോദിച്ചിട്ടില്ല, ഒരു ചാനലിൽ നിന്നും. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ അന്ന് ആ കാര്യത്തിൽ എന്താ തീരുമാനം എനിക്കറിയില്ല. അതിലെ ഏറ്റവും വലിയ കോമഡി എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം, ഞങ്ങൾ ആ ഇലക്ഷൻ ആ ഹോട്ടലിൽ വെച്ച് ഇലക്ഷൻ കഴിയുന്നു. ആദ്യത്തെ മീറ്റിംഗ് ആ ഹോട്ടലിൽ വെച്ച് തന്നെ കൂടുന്നു. അടുത്ത മീറ്റിംഗ് നമ്മൾ അമ്മ ഓഫീസിൽ വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിൽ പറയുന്നത്. കാരണം ഇലക്ഷനിൽ ജയിച്ച ഉടനെ പ്രസിഡന്റ് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം അതായിരുന്നു, എല്ലാ ചാനലിലും കൊടുത്ത വാഗ്ദാനമായിരുന്നു അത്. എന്നിട്ട് നമ്മൾ അമ്മ ഓഫീസിൽ നടത്തിയ മീറ്റിങ്ങിൽ, ഫസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. എന്താ കാരണം ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരുമായിട്ട് അത്ര അടുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് തന്നെ ഈ വിഷയം എടുത്തിട്ടു. എന്നിട്ട് പ്രസിഡന്റ് പറഞ്ഞു, പിന്നെ അതിജീവിതയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ചില മെമ്പേഴ്സിന് അത് താല്പര്യമില്ലാന്ന്. അപ്പോൾ ഏത് മെമ്പേഴ്സാണെന്ന് ഞാൻ ഉൾപ്പെടെ ആരും ചോദിച്ചിട്ടില്ല അവിടെ. ഏത് മെമ്പേഴ്സാണ്? പബ്ലിക്കിന് മുന്നിൽ, പ്രസിന് മുന്നിൽ അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞ് കളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ അടുത്ത മീറ്റിംഗിൽ പറഞ്ഞു അതിൽ ആർക്കും താല്പര്യമില്ലാത്ത, അതായത് അമ്മയിലെ ചില മെമ്പേഴ്സ് പ്രസിഡന്റിനെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു അവർക്ക് താല്പര്യമില്ലാന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയിൽ ഉള്ള സാധാരണ മെമ്പേഴ്സിൽ ഒരാൾ പോലും അങ്ങനെ പറയൂല. ഞാൻ ഈ ജനറൽ ബോഡിക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചു വെച്ചൊരു ചോദ്യമായിരുന്നു. ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും വേട്ടക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി മാറിയോ? അത് അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ ഈ ജനറൽ ബോഡിയിൽ ഉന്നയിക്കാൻ വേണ്ടി വെച്ചൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേ റിസൈൻ ചെയ്യേണ്ടി വന്നു. റിസൈൻ ചെയ്ത സമയത്ത് സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൻസിബ ജനറൽ ബോഡി വരെ അൻസിബ നിൽക്കുമോ, ദയവേത് എൻ്റെ റിക്വസ്റ്റ് ആണ്, നീ ജനറൽ ബോഡി വരെ അറ്റ്ലീസ്റ്റ് നിൽക്കൂ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്നുള്ളത് നീ എഴുതിക്കോ നോട്ട് ഇടുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ശരി ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഞാൻ ജനറൽ ബോഡി വരെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ജനറൽ ബോഡി വരെ നിൽക്കാമെന്ന് ഞാനൊരു നോട്ട് ഇട്ടു, വാട്സപ്പിലും ഇട്ടു, അമ്മയിൽ മെയിലും അയച്ചു. ഞാൻ അതിനുശേഷം ഞാൻ ജനറൽ ബോഡി വരെ നിൽക്കാമെന്നും പറഞ്ഞിട്ടാണ് നിന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു EC മീറ്റിംഗ്, അതായത് ജനറൽ ബോഡി ഈ വരുന്ന ജൂൺ 21 നടക്കാൻ നിൽക്കേ അതിൻ്റെ മുന്നേ നടത്തിയ ഇപ്പോൾ കഴിഞ്ഞ EC മീറ്റിങ്ങിൽ പ്രസിഡന്റ് അവിടുന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ചോദിച്ചു, അൻസിബ നമ്മുടെ ഈ കമ്മിറ്റി അൻസിബയുടെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അൻസിബയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. യു വാണ്ട് സേ എനിത്തിങ്? അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല. യു ആർ ഗോയിങ് ടു ടോക്ക് ഇൻ ജനറൽ ബോഡി? ഇങ്ങോട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒന്നും നോ യു ആർ ഗോയിങ് ടു ടേക്ക് ദ മൈക്ക് ആൻഡ് യു വിൽ ടോക്ക് ടു ദ ജനറൽ ബോഡി? ഞാൻ പറഞ്ഞു എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ രാജി ഇവിടെ അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ അതെന്നാൽ പിന്നെ ഇന്ന് രാജി അക്സെപ്റ്റ് ചെയ്തു ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന്. അപ്പോൾ നീനാക്കുറുപ്പ് ചേച്ചി അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, അൻസിബ നീ ജനറൽ ബോഡി വരെ നിൽക്കാമെന്ന് ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം നീ യെസ് പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ജനറൽ ബോഡി വരെ നിന്നൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു നോ അത് പറ്റില്ല, ജനറൽ ബോഡിയിൽ രാജിവെക്കുന്നത് മോശമാണെന്ന്. അപ്പൊ ഇൻഡയറക്ട്ലി പറയുന്നത് ഇപ്പൊ ചെയ്യണം എന്നാണ്. നിർബന്ധിച്ചു എന്ന് പറയാം. അതായത് ജനറൽ ബോഡിയിൽ രാജിവെക്കുന്നത് മോശമാണ്, അത് പറ്റൂല എന്ന്. അതായത് അൻസിബ അവിടെ ഉണ്ടാവരുതെന്ന് ചിലർക്ക് താല്പര്യമുണ്ട്. ഒന്ന്. രണ്ട്, ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ചിലരുടെ ചരടിൻ തുമ്പത്താണോ? എനിക്കറിയില്ല. ഒരു ഭാഗത്തെടുക്കുന്നു, എന്നാൽ മറിച്ചൊരു നിലപാടെടുക്കും. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുക എന്ന് പറയും. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. ഞാൻ ഇപ്പോഴും പറയണം, ആ സംഘടനയിലുള്ള മറ്റ് മെമ്പേഴ്സിനോട് ഞാൻ ഒരിക്കലും ഈ സംഘടനയ്ക്കെതിരായിട്ടല്ല പറയണത്. അവിടെയുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട്
പോകുന്നത് കൊണ്ടാണ് സംഘടനയ്ക്ക് ചീത്തപ്പേര് വരുന്നത്. ബൈലോയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു, സ്പോൺസർഷിപ്പിന് ഡൊണേഷന് പകരം സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നു, മതസംഘടനയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു. അതുപോലെ ബൈലോ മാറ്റേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. ബൈലോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൈനീട്ടം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല അമ്മയിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് മത്സരിക്കാം അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഒരു സംഘടനയിൽ മത്സരിച്ചുകൂടാ? ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണോ അൻസിബയെ ഇവർക്ക് ഒരു വിയോജിപ്പുള്ളത്? അത് എതിർ ശബ്ദമാണ്, ഒരു ശബ്ദം ഉയരുന്നു എന്നുള്ളത് ഇവർക്ക് ഭയമാണ്. ഇന്നലെ ദീദി ദാമോദരൻ അത് പറയുന്നുണ്ടായിരുന്നു, ശബ്ദം ഉയരുക തന്നെ ചെയ്യും. ഇപ്പൊ അൻസിബയിലൂടെ ആണെങ്കിലും അത് പുറത്തു വന്നല്ലോ, അടിച്ചമർത്താൻ നോക്കുന്നു എന്നുള്ളത്. അല്ല, ഞാൻ ആലോചിച്ചപ്പോ ഞാനിതെല്ലാം വിട്ട് സത്യം പറഞ്ഞ് ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് എൻ്റെ ഫാമിലി റൺ ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് ഈ ഇവരോട് എന്നോട് കുറേ മെമ്പേഴ്സും മെസ്സേജ് അയച്ചു, മോളെ നിനക്ക് അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നൂടെ എന്ന് ചോദിച്ചു. അവർക്ക് അറിയില്ല ഞാൻ അനുഭവിക്കുന്ന പീഡനം എന്താന്ന്. അവർ വിചാരിക്കുന്നത് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് സംസാരിക്കാം. പക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോഴും അതിജീവിതമാർക്ക് ഈ ജനറൽ ബോഡിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളുള്ള നേതൃത്വത്തിലുള്ള ഈ സ്ഥലത്ത് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് വരുന്ന അതിജീവിതമാർക്ക് ഏതെങ്കിലും തരത്തിൽ അഭയം കൊടുക്കാനോ നീതി കൊടുക്കാനോ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നു? ഒരിക്കലും കഴിയില്ല. ഇൻഫാക്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അമ്മ സംഘടനയിൽ നിന്നും പുറത്തു വന്നിട്ട് എല്ലാ മാധ്യമങ്ങളിലും സംസാരിച്ച ഒരാൾ ഞാനായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് വന്നവരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ നേതൃത്വത്തിന് കീഴിൽ നീതി പ്രതീക്ഷിക്കാൻ പറ്റും? ഈ നേതൃത്വത്തിന്റെ കീഴിൽ നീതി കിട്ടൂല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നേതൃത്വത്തിൽ സ്ത്രീ വരികയോ പുരുഷൻ വരികയോ അല്ല വേണ്ടത്, മനുഷ്യത്തുള്ള ആൾക്കാർ വരണം. സ്ത്രീ വന്നാലും പഴയ പുരുഷാധിപത്യത്തിന്റെ എലമെന്റുകൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒന്നുമില്ല, മനുഷ്യത്വം വേണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ജെന്യൂനായിട്ട് നിൽക്കുക. ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടൊന്നും കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പഞ്ചാര വാക്കുകൾ കൊണ്ട് പറ്റിക്കാനാണ് ശ്രമിച്ചത്. പഞ്ചാര വാക്കുകൊണ്ട് കേരളത്തിന് പുറത്തുള്ളവരെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, കേരളത്തിലുള്ളവരെ പറ്റിക്കാൻ പറ്റൂല. എന്തായാലും ഇത് ധൈര്യപൂർവ്വം തുറന്നു പറയാൻ തീരുമാനിച്ചു അൻസിബ. ആ അർത്ഥത്തിലുള്ള ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ റിവഞ്ചുള്ള ആൾക്കാരാണ്, വളരെ. കാരണം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചത്. എന്നിരിക്കെ ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത 100% ഉണ്ട്. ഉറപ്പായിട്ടും ആ കാര്യത്തിലൊരു ഭയമുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ള ടീമാണോ ഇവരൊക്കെ? ഉണ്ടാവുമായിരിക്കും. കാരണം എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ എന്നെ ഹറാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കെതിരെ ഇനി എന്തൊക്കെ ചെയ്യും? അതായത് ചിലരെങ്കിലും മാഫിയ ബന്ധങ്ങളോ കൊട്ടേഷൻ സംഘങ്ങളോ ഒക്കെ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും. കാരണം എനിക്ക് പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് വേണ്ടി നിൽക്കാനൊന്നും ആരും ഇല്ല. പിന്നെ നമ്മുടെ ഈ അമ്മയിലുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവരെനിക്ക് മെസ്സേജ് അയച്ചു, മോളെ ദൈവമുണ്ട് കൂടെ, മോളെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർക്കും വേറൊന്നും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ആർക്കും പറ്റൂല. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകാൻ തീരുമാനിക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കെതിരെ ഈ ആക്രമണം ഉണ്ടാവും. അപ്പൊ പിന്നെ വീരമൃത്യു വരിക്കാന്ന് വിചാരിച്ചു. ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. അൻസിബ ഉഷാറായിരിക്കൂ. ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കണം. ഒരു കലാകാരി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ദൃശ്യം സിനിമയുടെ സൂപ്പർ ഹിറ്റായ സിനിമയിൽ അതിന്റെ സന്തോഷം പങ്കിടേണ്ടിയിരുന്ന സമയത്താണ് സംഘടനയ്ക്കുള്ളിലെ ഈ പ്രശ്നങ്ങൾ അൻസിബയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. അൻസിബ എല്ലാവരും ഒപ്പമുണ്ട്. അൻസിബ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അത് നമ്മുടെ മുന്നിലുണ്ട്. താൻ നീനയുടെ പരാതിയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പം മുന്നോട്ട് തന്നെ പോവുക, ശബ്ദം നിലയ്ക്കരുത്. ഒരുപാട് പേർക്ക് വേണ്ടിയാണ് അൻസിബ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു അൻസിബ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു കുഞ്ഞിടവേള കൂടി എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയങ്ങളാണ് അൻസിബ പങ്കുവയ്ക്കുന്നത്. ഇതിൽ അമ്മ സംഘടനയുടെ തലപ്പത്തുള്ളവർ ഇനി അത് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ജനറൽ ബോഡി ആണെങ്കിലും ശരി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിലും ശരി, പുനരാലോചന നടത്തണം. ഒരു പെൺകുട്ടി വന്ന്, ഒരു നടി വന്ന് ധീരമായി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇതിലും അധികം അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിനേക്കാൾ പബ്ലിക് എത്തുക. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു തുറന്ന കത്തുണ്ട്. അത് നീനാക്കുറിപ്പിന്റെ കത്താണ്. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര മോശമായ ഭാഷയിലാണ് ടിനി ടോം ആക്ഷേപിച്ചിരിക്കുന്നത് എന്ന്.